വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയുമായാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനായി ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത ശേഷം ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓട്സ് ധാരാളം ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ എല്ലുകളുടെ ബലത്തിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് റാഗി. അപ്പോൾ നിങ്ങൾക്ക് റാഗി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ റാഗിയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് റാഗി കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ചൂടായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഓട്സ് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റാഗി മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് 3 കപ്പ് അളവിൽ സ്മൂത്തി ഉണ്ടാക്കുന്ന അളവാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് 1 കപ്പ് അളവിലാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതി മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. അതിനുശേഷം ഇത് നന്നായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് 1 ഗ്ലാസ് അളവിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് നമ്മുടെ റാഗി ഓട്സ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. പിന്നീട് ഒരു അവക്കാഡോ മീഡിയം വലുപ്പത്തിലുള്ള ഒരു അവക്കാഡോയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സീസണലായി കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 15 ആൽമണ്ട് എടുക്കുമ്പോൾ ഒരു 7-8 മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇവിടെ ഞാൻ ഒരു 12 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സമയം കുതിർത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ്